അപ്പോൾ നമ്മൾ ഇന്ന് മാർക്കണ്ട വീവ്സിൽ കാണാൻ പോകുന്ന ഭയങ്കര രസമുള്ള കുറച്ച് സാരീസാണ്. ഞാനിപ്പോൾ ഈ ഉടുത്തേക്കുന്ന സാരി തന്നെയാണ്. നല്ല ഹൈലൈറ്റ് കളറാണ് ഞാൻ എടുത്തു കൊടുത്തത്. നല്ലൊരു ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡാണ് ഞാനിപ്പോൾ ഉടുത്തേക്കുന്ന സാരി. ഇതിൻ്റെ ഫാബ്രിക് വന്നേക്കുന്നത് മഡ്ക സിൽക്കിലാണ്. മഡ്ക മസ്ലിൻ സാരിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ബോഡിയിൽ ഫുള്ളായിട്ട് നമുക്ക് മഡ്കയും അതുപോലെ തന്നെ മസ്ലിനും ഇടവിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോയിൻ സീക്വൻസ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇത് പോക്കറ്റ് സീക്വൻസ് ആണ്. ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് വരുന്ന രീതിയിലാണ് ഈ ഒരു സാരിയുടെ ബോഡിയിൽ ഫുള്ളായിട്ടുള്ള വീവിങ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. പല്ലുവിൽ ഫുള്ളായിട്ട് ആ ഒരു മസ്ലിൻ തന്നെയാണ് വരുന്നത്. മസ്ലിൻ വന്നിട്ട് അതിൽ പോക്കറ്റ് സീക്വൻസ് വരുന്ന പോലെയാണ്. കോയിൻ എന്നാണ് പറയുന്നത്, സീക്വൻസ് അല്ല, പോക്കറ്റ് കോയിൻസ് വരുന്ന പോലെയാണ് ഈ ഒരു സാരി വരുന്നത്. ഈ ഒരു സാരിയുടെ ഒരു ഹൈലൈറ്റ് നമ്മൾ പറയുവാണെങ്കിൽ, ഈ ഒരു സാരി നമുക്ക് ഇന്ന സമയത്തെ ഉടുക്കാവൂ അങ്ങനൊന്നുമില്ല. ക്യാഷ്വൽ വെയർ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പം പെട്ടെന്ന് എടുത്ത് ഉടുത്തിട്ട് പോകണമെങ്കിലും ഉടുത്തിട്ട് പോകാം. എന്നാലൊരു ഫംഗ്ഷന് വേണമെങ്കിൽ നമുക്ക് അതിന് പറ്റിയ ഒരു ബ്ലൗസൊക്കെ പെയർ ചെയ്ത് അങ്ങനെ വേണമെങ്കിലും ഉടുത്തിട്ട് പോകാം. അതല്ല ഇപ്പം എന്താ പറയുന്നത്, ഒന്നിനുമില്ല എനിക്കൊരു സാരി ഉടുക്കാൻ തോന്നി എന്നൊരു മൂഡ് വരുവാണെങ്കിൽ അപ്പോഴും എടുത്ത് കൊടുക്കാൻ അത്രയും കംഫർട്ടബിളായിട്ട് ഈസി ആയിട്ട് ഉടുക്കാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് നമുക്ക് വരുന്നത് സെൽഫ് കളറിൽ തന്നെ മഡ്ക സിൽക്കിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഞാൻ നെക്സ്റ്റ് സാരിയിൽ കാണിക്കാം, ഇത് ഉടുത്തേക്കുന്നതായതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല, നെക്സ്റ്റ് സാരിയിൽ കാണിച്ചു തരാം. ബട്ട് ഇതുപോലെ ഞാനിപ്പോൾ ഒരു കലംകാരി ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ഒരു ക്യാഷ്വലായിട്ട് നമുക്ക് കൊടുക്കാനാണെങ്കിൽ ഇതുപോലത്തെ കലംകാരി ബ്ലൗസ് പെയർ ചെയ്യാം. അല്ല നമുക്ക് ഹെവി ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ട് പോകാനാണെങ്കിൽ കുറച്ച് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത സിൽക്കിൻ്റെ ബ്ലൗസോ അല്ലെങ്കിൽ പ്രിൻറ്റഡ് സിൽക്കോ അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് ബ്ലൗസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷനനുസരിച്ച് അതുപോലെ വരുന്ന ഒരു സാരിയാണിത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളേഴ്സും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് കാണിക്കാം. നിങ്ങൾക്ക് ഈ സാരീസ് പർച്ചേസ് ചെയ്യാൻ യൂഷ്വലി നമ്മൾ വാട്സാപ്പ് വഴി മെസ്സേജ് മാത്രമാണ് പറയാറുള്ളത്. ഈ പെർട്ടിക്കുലർ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സാരീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിൽ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഞാൻ കോഡും ഡീറ്റെയിൽസും നെക്സ്റ്റ് സാരിയിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ സാരിയുടെ ഒരു മെയിൻ കാര്യം പറയാൻ വിട്ടുപോയി. സാരിയുടെ പ്രൈസ് വരുന്നത് 5850 ആണ്. നമ്മുടെ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യാനാണെങ്കിൽ ഒരു കോഡ് ഉണ്ടാവും. ആ കോഡ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അത് വെച്ച് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഇതിൻ്റെ ബാക്കി ഷെയ്ഡ്സും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഈ സാരിയിൽ തന്നെ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡാണ്. ഇതും മഡ്ക മസ്ലിൻ തന്നെയാണ്. ലാസ്റ്റ് സാരിയുടെ സെയിം ആ ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു സാരിക്കും വരുന്നത്. സോ വീണ്ടും ഞാൻ പറയുന്നില്ല. ആ ഒരു കോയിൻ സീക്വൻസ് വീവിങ്ങും ഇടയ്ക്കിടയ്ക്ക് വരുന്ന മസ്ലിൻ ആ ഒരു സ്ട്രൈപ്സ് പോലെയാണ് ഈ സാരിയിലും വന്നിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് സാരിയിൽ എനിക്ക് ബ്ലൗസ് പീസ് കാണിക്കാൻ പറ്റിയില്ല. സോ ഞാൻ ഇതിൽ ബ്ലൗസ് പീസ് കാണിക്കാൻ ഇതാണ് ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത്. മഡ്കയിൽ തന്നെ ബ്ലൗസ് വന്നിട്ട് ഈ ഒരു സ്ലീവിൽ കൊടുക്കാനായിട്ട് നമുക്ക് മസ്ലിനിൽ കോയിൻ വീവ് വന്നിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ആൻഡ് സാരിയുടെ പ്രൈസ് എല്ലാ സാരിയിലും പ്രൈസ് ഒന്ന് തന്നെയാണ് വരുന്നത്. സോറി, പ്രൈസ് ടാഗ് കാണുന്നില്ല. ഈ സാരിയുടെയും പ്രൈസ് നമുക്ക് വരുന്നത് 5850 തന്നെയാണ് ഈ സാരിയുടെയും പ്രൈസ് വരുന്നത്. ഇതിൽ കാണുന്ന ആ ഒരു നമ്പറും ഉണ്ടോ, കോഡ്, അത് നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. എന്നാലും ഒന്നുകൂടെ പറയണം, ഈ ഒരു കോഡിലായിരിക്കും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഇത് സെർച്ച് ചെയ്യാൻ പറ്റുന്നത്. വെബ്സൈറ്റുള്ളതുകൊണ്ട് വെബ്സൈറ്റ് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് വേണമെങ്കിലും ഈ സാരീസ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടാത്തൊരു ഷെയ്ഡാണ് നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത്. എൻ്റെ പൊന്നെ എന്തൊരു ഭംഗിയാണോ, അങ്ങനെ ഒരു ഭംഗിയുള്ളൊരു കളറാണ്. ഒരു റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. ഈ മഡ്ക സിൽക്കിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ഏത് കളേഴ്സ് അതിലോട്ട് വന്നാലും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ആ ഒരു കളറിൻ്റെ ആ ഒരു പക്ക ഫീല് തരുന്ന ഒരു ഫാബ്രിക്കാണ് ഇത്. അതുപോലെ തന്നെ നമ്മളുടെ മംഗൽഗിരി സിൽക്ക്, ഇതിനൊക്കെ ആ ഒരു കളേഴ്സിനൊരു പ്രത്യേക ഭംഗി തരുന്ന ഫാബ്രിക്സ് ആണ്. അതുപോലെ തന്നെയാണ് ഈ മഡ്കയും. വല്ലാത്തൊരു ബ്യൂട്ടിയാണ് ഈ ഒരു കളർ, പറയാതിരിക്കാൻ വയ്യ, അത്ര ഭംഗിയുണ്ട് ഈ ഒരു റോയൽ ബ്ലൂ കാണാൻ. ആൻഡ് സാരി ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. മഡ്കയും മസ്ലിനും ഇടവിട്ട് കോയിൻ സീക്വൻസ് വരുന്ന ഒരു സാരിയാണ്. ഇതാണ് പല്ലു, മസ്ലിൻ പല്ലു ആൻഡ് ബ്ലൗസ് പീസ്. എല്ലാ സാരിയിലും സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കേണ്ടല്ലോ. പ്രൈസ് വരുന്നത് സെയിം തന്നെയാണ്, 5850 റുപ്പീസ്. അപ്പോൾ അടുത്ത കളർ നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളർ. ഓറഞ്ച് എന്ന് പറയുമ്പോൾ ആ ഒരു ഓറഞ്ച് ഫീൽ ചെയ്യുന്ന ആ ഒരു കളർ, നമ്മളുടെ കിന്നോ ഓറഞ്ച് ഇല്ലേ, അതുപോലെയൊക്കെയുള്ള ഒരു നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളർ. ബ്രൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ചോയ്സാണ്. ഇതിൻ്റെ കൂടെ നമ്മളൊരു ബോട്ടിൽ ഗ്രീൻ ബ്ലൗസോ അല്ലെങ്കിൽ മുന്നേ കണ്ട ആ ഒരു റോയൽ ബ്ലൂ കളർ ബ്ലൗസോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ബ്രൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ചോയ്സാണ്. ഇതും ആ ഒരു മഡ്ക മസ്ലിൻ തന്നെയാണ്. മസ്ലിനും മഡ്കയും ഇടവിട്ട് പോകുന്ന പോലെ സ്ട്രൈപ്സ് പോലെ വരുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ആൻഡ്
പല്ലു ഇങ്ങനെയാണ്, മസ്ലിനിലാണ് വരുന്നത്. കണ്ടല്ലോ ഈ ഒരു ട്രാൻസ്പെറൻസി മസ്ലിനിൽ വരും. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് സെൽഫ് കളറിൽ തന്നെ ആ ഒരു ഓറഞ്ച് കളറിൽ തന്നെയാണ് സ്ലീവിൽ കൊടുക്കാൻ. ഈ ഒരു മസ്ലിൻ പാർട്ട് വരുന്ന പോലെയാണ് ഇതിൻ്റെയും ബ്ലൗസ് വരുന്നത്. ആൻഡ് പ്രൈസ് വരുന്നത് 5850 തന്നെയാണ്. നമ്മളുടെ വെബ്സൈറ്റിൻ്റെ പേര് markandaweaves.com ആണ്. ചിലർക്ക് സംശയം കാണും. www.markandaweaves.com ആണ്. സോ അതിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ വളരെ കുറച്ച് കളക്ഷൻസേ നമ്മൾ ഇട്ടിട്ടുള്ളൂ, കുറേശ്ശെ ഇട്ട് വരുന്നത്. നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അതുകൊണ്ടിട്ട് നമ്മളിങ്ങനെ കുറേശ്ശെ ഒരു ദിവസം കുറച്ച് പീസസ് ആയിട്ട് ഇട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾ കയറി ബ്രൗസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഷെയ്ഡ് കണ്ടു നോക്കാം. ഒരു റോസിൻ്റെ പിങ്ക് ഷെയ്ഡ്, പനിനീർ പൂവിൻ്റെ കാന്തി എന്നൊക്കെ പറയത്തില്ല, അതുപോലത്തെ ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബേബി പിങ്ക് പോലെയൊന്നുമല്ല, ഒരു റോസ് ഷെയ്ഡിലേക്ക് എന്ന് തന്നെ പറയാം, ആ ഒരു ഷെയ്ഡാണ്. ആൻഡ് ഇതിലും മഡ്കയും മസ്ലിനും ഇടവിട്ട് പോകുന്ന രീതിയിലാണ് ആ ഒരു കോയിൻ സീക്വൻസ് വീവിങ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ പല്ലു എല്ലാ സാരീസും പോലെ ഇങ്ങനെ തന്നെയാണ്. ഇടവിട്ട് നീക്കി കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം വീണ്ടും ഒന്ന് സ്പീഡിലാണെങ്കിലും പറഞ്ഞു പോകുന്നത്. ആൻഡ് ഈ ഒരു ട്രാൻസ്പെറൻസി നമുക്ക് മസ്ലിനിൽ എപ്പോഴും ഉണ്ടാവും. ആൻഡ് ബ്ലൗസ് പീസ് ദേ ഇങ്ങനെയാണ്, മഡ്കയും മസ്ലിനും കൂടെ. ഇതാണ് ബോഡി വരുന്നത്, ഇതായിരിക്കും. സ്ലീവിൽ കൊടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ മസ്ലിനിൽ സീക്വൻസ് വീവിങ് വരും. ആൻഡ് പ്രൈസ് വരുന്നത് എല്ലാ സാരിയുടെയും പ്രൈസ് സെയിം തന്നെയാണ്, 5850. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് സാരിയാണ്. ഇത്ര നേരം നമ്മൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന നല്ല നല്ല കളേഴ്സ് കണ്ടുവന്നിട്ട് അവസാനം ഒരു കാംനെസ്സോടെ നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സാരി ലാസ്റ്റ് കാണിക്കുന്നത്. ഈ ഒരു കളറിന് ആ ഒരു കളറിൻ്റേതായ ഫോളോവേഴ്സ് ഉണ്ട്, ഫാൻസ് ഉണ്ട്. ഏത് ഏജുകാർക്കും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളർ ഷെയ്ഡാണ്. പിന്നെ ഏത് കളേഴ്സിൻ്റെ കൂടെയും നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയ ഒരു കളറാണ്. നമുക്ക് ബ്രൈറ്റ് കളേഴ്സ് പെയർ ചെയ്യാം, പേസ്റ്റൽ ഷെയ്ഡ്സ് പെയർ ചെയ്യാം. അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള ഒരു കളറാണ്. ഒരു ഗോൾഡൻ ക്രീംന്നോ സാൻഡൽ ക്രീംന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ്. ഇതിലും നമുക്ക് മഡ്കയും മസ്ലിനും ഇടവിട്ട് സ്ട്രൈപ്സ് പോലെയാണ് പോയിട്ടുള്ളത്. ആൻഡ് പല്ലു വരുന്നത് നമുക്ക് മസ്ലിനിൽ തന്നെയാണ്. മസ്ലിനിൽ സീക്വൻസ് വീവിങ് വരുന്ന പോലെയാണ്, കോയിൻ സീക്വൻസ് വീവിങ് വരുന്ന പോലെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇതിനെ പൊതുവെ ഗിന്നി മഡ്ക എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ വ്യൂവേഴ്സ് ഇതിനെ ഗിന്നി മഡ്ക എന്നാണ് വിളിക്കുന്നത്. എനിക്ക് തോന്നി ഈ കോയിനെ അവർ ഗിന്നി എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ക്ലിയർലി എന്താണ് ഗിന്നി എന്നറിയില്ല. ഗിന്നി മഡ്ക എന്നാണ് പക്ഷേ ഇതിനെ പറയുന്നത്. ബ്ലൗസ് പീസ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. മഡ്കയും മസ്ലിൻ്റെ സ്ലീവിൽ കൊടുക്കാനുള്ള പീസും വരുന്ന പോലെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് സാരിയാണിത്. നമ്മൾ നിർത്തുന്നതിന് മുന്നേ തന്നെ പ്രൈസ് പറയണമല്ലോ. പ്രൈസ് എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ചിലർ നീക്കി കാണും. അവർക്ക് വേണ്ടിയിട്ട് 5850 ആണ് ഈ ഒരു സാരിയുടെയും പ്രൈസ് വരുന്നത്. സോ ഇതിൽ ഏതെങ്കിലും സാരീസ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതുപോലെ തന്നെ പുതിയൊരു കാര്യമുണ്ട്, നമ്മുടെ വെബ്സൈറ്റ് അപ്പാണ്. അപ്പോൾ ഈ വീഡിയോസ് ഇടുന്ന ചില സാരീസ് എല്ലാം നമുക്ക് ചിലപ്പോൾ വെബ്സൈറ്റിലേക്ക് അപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് മാക്സിമം നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ വെബ്സൈറ്റിലേക്ക് അപ്പ് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ സാരീസ്, ഇന്നത്തെ ഈ വീഡിയോയിലെ സാരീസ് നമ്മളുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി വെബ്സൈറ്റ് വഴി വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, അല്ല വാട്സാപ്പ് വഴി വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, അല്ല സ്റ്റോറിൽ ഡയറക്റ്റ് വന്നിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. സോ ഇതിലേതെങ്കിലും സാരീസ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ 3 മാർഗ്ഗങ്ങളുണ്ട്. ഇതിലേതിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ ലൈവിലോ കാണാം. താങ്ക്